മീശയും വടിച്ച് വാഗമണ്ണിലെ റിസോർട്ടിൽ തങ്ങിയത് ഒരാഴ്ച. ജസ്ലിയെ എന്ന വിദ്യാർത്ഥിനിയെ കാറിടിപ്പിച്ച് കടന്നു കളഞ്ഞ ആ നരാധമൻ, ആ പ്രതി ഇപ്പോൾ പിടിയിലായിരിക്കുകയാണ്. ഡോക്ടർ സിറിയക് ജോർജിനെ പിടികൂടിയിരിക്കുന്നു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ ചർച്ച ചെയ്യുന്നതാണ് അങ്കമാലിയിലെ കോളേജ് വിദ്യാർത്ഥിനി ജസ്ലിയയുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടം. ഇത്രയധികം ദിവസമായി പോലീസ് ഇരുട്ടിൽ തപ്പുകയായിരുന്നു. ഇപ്പോഴിതാ പ്രതി ഡോക്ടർ സിറിയക് ജോർജിനെ പിടികൂടിയിരിക്കുകയാണ്. വാഗമണ്ണിലെ റിസോർട്ടിൽ നിന്നാണ് സിറിയക്കിനെ അറസ്റ്റ് ചെയ്തത്. അപകടം നടന്നിതാ ഒരാഴ്ച കഴിഞ്ഞ ശേഷമാണ് അറസ്റ്റ്. പ്രതിയുടെ പിതാവ് ജോർജ് മാത്യുവിനെ ഇന്ന് രാവിലെ അറസ്റ്റ് ചെയ്തിരുന്നു. സിറിയക്കിനെ ഒളിവിൽ കഴിയാൻ സഹായിച്ച് അറസ്റ്റ് ചെയ്ത പിതാവ് പി ജോർജിന് ഇപ്പോൾ ജാമ്യം ലഭിച്ചിട്ടുണ്ട്. സജോ ദേവസിയും ആദിൽ പാലോടുമാണ് തത്സമയം ചേരുന്നത്. നമുക്ക് ആദ്യം സജോയിലേക്ക് പോകാം. സജോ, അടിമുടി വേഷം മാറി മീശയും താടിയും ഒക്കെ വടിച്ച് ഒളിവിൽ കഴിയുകയായിരുന്നു ഒരാഴ്ച. പക്ഷേ പോലീസിന്റെ കുരുക്ക് വീണു. കുറച്ചധികം ബുദ്ധിമുട്ടിയെങ്കിൽ പോലും ഒടുവിൽ സിറിയക്കിനെ പിടികൂടാനായിരിക്കുകയാണ്. വിനീത, ഫെബ്രുവരി 28-നാണ് അങ്കമാലി മോർണിംഗ് സ്റ്റാർ കോളേജിലെ ബിരുദ വിദ്യാർത്ഥിനി ജാസ്ലിയ ജോൺസനെ കാറിടിച്ച് പരിക്കേൽപ്പിക്കുന്നത്. പിന്നാലെ ആ വിദ്യാർത്ഥിനി മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു. ഡോക്ടർ സിറിയക്ക് സഞ്ചരിച്ച അല്ലെങ്കിൽ ഓടിച്ച വാഹനം ഇടിച്ചാണ് ആ വിദ്യാർത്ഥിനിക്ക് പരിക്കേൽക്കുന്നതും പിന്നീട് മരണത്തിന് കീഴടങ്ങുന്നതും. അപ്പോൾ 6 ദിവസം പിന്നിട്ടു. ഈ 6 ദിവസവും ഒളിവിൽ കഴിയുകയായിരുന്നു. ഒരു ഘട്ടത്തിൽ പോലും പോലീസിന് മുൻപിൽ കീഴടങ്ങാൻ, ഹാജരാകാൻ ഒന്നും പ്രതി തയ്യാറായില്ല എന്നാണ് അങ്ങേയറ്റം ഗൗരവം അർഹിക്കുന്ന കാര്യമായി കാണേണ്ടത്. പിന്നീട് ഇയാൾ ഒളിവിൽ പോകുന്നു. ഇതിനിടെ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറങ്ങി. അതിനുശേഷം ഇയാൾ കോട്ടയം സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. ആ ദിനങ്ങളിലെല്ലാം ഒളിവിൽ കഴിയുക എന്ന നിലയാണ് സ്വീകരിച്ചത്. ഒരു ഘട്ടത്തിലും പോലീസുമായി സഹകരിക്കുക, അപകടം ഉണ്ടായപ്പോൾ വാഹനം നിർത്തി ആ വിദ്യാർത്ഥിനിയെ രക്ഷിക്കാൻ ശ്രമിക്കുക, ഇതൊന്നും ഉണ്ടായില്ല. പിന്നീടാണ് ഇടുക്കിയിലേക്ക് വരികയും ഒരു ബന്ധുവിന്റെ സഹായത്തോടുകൂടി വാഗമണ്ണിനടുത്തുള്ള കണ്ണംകുളം ഭാഗത്തെ ഒരു ഹോം സ്റ്റേയിലെത്തി അവിടെ താമസിക്കുക. ആ ഘട്ടത്തിൽ ഇയാൾ രൂപമാറ്റം വരുത്താൻ ശ്രമിച്ചു. മീശയും താടിയും ഒക്കെ ഷേവ് ചെയ്ത് അങ്ങനെ പെട്ടെന്ന് കണ്ടാൽ തിരിച്ചറിയാൻ കഴിയാത്ത വിധമുള്ള ഒരു രൂപത്തിലേക്ക് മാറുന്നു. അങ്ങനെ പിടികൊടുക്കാതിരിക്കുക, മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കും വരെ എന്നതായിരുന്നു ലക്ഷ്യം. അങ്ങനെ ഇയാൾ ആസൂത്രിതമായി രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്നത് തന്നെയാണ് ഈ കാര്യത്തിൽ കാണേണ്ടത്. അന്ന് 28-ന് രാത്രി 7:30 അപകടം ഉണ്ടാകുന്നു. അപ്പോൾ തന്നെ അയാൾ ഓടിച്ചുകൊണ്ടിരുന്ന മഹീന്ദ്ര XUV 700 വാഹനം തുറവൂര് വെച്ചതിന് ശേഷം ബന്ധുവിന്റെ സഹായത്തോടു കൂടിയാണ് ഇടുക്കിയിലേക്ക് കടക്കുകയും അതിനുശേഷം വാഗമണ്ണിൽ വളരെ റൂറലായ ഒരു ഭാഗത്തെത്തി ഹോം സ്റ്റേയിൽ താമസിക്കുകയും ചെയ്തത്. ആ ഘട്ടത്തിൽ പിടികൊടുക്കാതിരിക്കാനുള്ള പരമാവധി ശ്രമം നടത്തി ഇയാളുടെ പിതാവിനെ കസ്റ്റഡിയിലെടുത്തു. പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തി. ആ ഘട്ടങ്ങളിലെല്ലാം ഒളിവിൽ തുടരുക എന്ന സമീപനമാണ് ഇയാൾ സ്വീകരിച്ചത് എന്ന് ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ ഈ കുറ്റകൃത്യത്തിന്റെ ഗൗരവം വർദ്ധിക്കുന്നുണ്ട്. സാധാരണ ഇത്തരമൊരു അപകടം ഉണ്ടാകുമ്പോൾ ആ അപകടം തെറ്റാരുടെ ഭാഗത്താണ് എങ്കിൽ തന്നെയും അതിനുശേഷം അന്വേഷണവുമായി, പോലീസുമായി, നിയമ സംവിധാനവുമായി സഹകരിക്കുക എന്ന വലിയ ഉത്തരവാദിത്വമുണ്ട്. അത് ഇയാൾ ചെയ്തിട്ടില്ല. എന്ത് മറയ്ക്കാനാണെന്ന സ്വാഭാവിക സംശയം ഉണ്ടാകുമല്ലോ. അപ്പോൾ ഗൗരവമുള്ള കുറ്റകൃത്യങ്ങളുണ്ടാകും. ഇവിടെ തന്നെ കൾപ്പബിൾ ഹോമിസൈഡ് ആണ്. അതുകൂടാതെ രക്ഷപ്പെട്ടു പോയതടക്കമുള്ള വിവിധങ്ങളായ ചാർജുകൾ ഇയാളുടെ മേൽ സ്വാഭാവികമായി തന്നെ ചുമത്തപ്പെടും. രഹസ്യ വിവരം ലഭിക്കുന്നു വാഗമൺ പോലീസിന്. അതിനുശേഷം വാഗമൺ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള പോലീസ് സംഘം രാവിലെയോടുകൂടി എത്തി ഈ ഹോം സ്റ്റേ വളഞ്ഞ് ഇയാളെ കസ്റ്റഡിയിലെടുത്ത് പിന്നീട് വാഗമൺ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. അങ്കമാലിയിൽ നിന്ന് SIT സംഘം എത്തി അവർക്ക് പിന്നീട് കൈമാറുകയാണ് ചെയ്തത്. വിനീത, ശരി, ആദിൽ പാലോട് കൂടി ചേരുന്നുണ്ട് അങ്കമാലി സ്റ്റേഷനിൽ നിന്ന്. ആദിൽ, ഇയാളുടെ പിതാവിനെ രാവിലെ അറസ്റ്റ് ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് പിടികൂടാനായത് സിറിയക്കിനെ. സ്വാഭാവികമായും ഒളിസങ്കരത്തെ കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ ലഭിച്ചു കാണണം. ഇപ്പോൾ ഇയാൾക്ക് ജാമ്യം നൽകിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഉറപ്പായും ജോർജ് മാത്യു എന്ന സിറിയക് ജോർജിന്റെ പിതാവിന് ജാമ്യം ലഭിച്ചിരിക്കുന്നു. പ്രതിയെ ഒളിവിൽ പോകാൻ സഹായിച്ചു എന്ന കുറ്റം ചുമത്തിയാണ് പോലീസ് രാവിലെ ഇയാളെ അറസ്റ്റ് ചെയ്തത്. പിന്നീട് അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി ജാമ്യം നേടുകയായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സജോ പറഞ്ഞതിന്റെ തുടർച്ചയെന്നോണം ഇപ്പോൾ അങ്കമാലി സ്റ്റേഷനിലേക്ക് സിറിയക് പി ജോർജിനെ കൊണ്ടുവന്നിട്ടുണ്ട്. 10 മിനിറ്റ് മുൻപാണ് കൊണ്ടുവന്നത്. ഇവിടെ വലിയ പ്രതിഷേധവും ബഹളവും ഒക്കെ ആയിരുന്നു. DYFI പ്രവർത്തകരുടെ പ്രതിഷേധമുണ്ടായിരുന്നു. അത് നിരവധി തവണ ആവശ്യങ്ങൾ ഉയർന്നിട്ടും പ്രതിയെ പിടികൂടാനുള്ള ശ്രമങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്ന് ആരോപിച്ചുകൊണ്ടാണ് DYFIയുടെ പ്രതിഷേധമുണ്ടായത്. ഏതായാലും ഇനി കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയേണ്ടതുണ്ട്. കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ ശേഷം പോലീസ് നാളെ കോടതിയിൽ ഹാജരാക്കും. അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ സിറിയക് പി ജോർജിനെ ഹാജരാക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. നിരവധി കുറ്റങ്ങൾ ചുമത്തിയാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തി കസ്റ്റഡിയിൽ എടുക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിനീത, സിറിയക്ക് ഒളിവിൽ കഴിഞ്ഞു എന്നത് സംബന്ധിച്ചുള്ളതാണ്.
എന്നുള്ളതാണ്. സിറിയക്ക് വാഗമണിലെ ഒരു റിസോർട്ടിൽ ഒളിവിൽ കഴിയുന്നു. 2-3 ദിവസമായി അവിടെ ഉണ്ട് എന്നുള്ള വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. വാഗമണിലാണ് ഉള്ളത്. അതിൻ്റെ ടവർ ലൊക്കേഷൻ അതായിരുന്നു. പക്ഷേ അങ്കമാലിയിൽ നിന്നും പോലീസ് ഉദ്യോഗസ്ഥർ അവിടേക്ക് എത്തുമ്പോൾ, വാഗമണിലേക്ക് എത്തുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആകുന്നു. പിന്നെ എന്തു ചെയ്യുമെന്നറിയാതെ ഒരു കമ്പനി പോലീസ് ഉദ്യോഗസ്ഥർ ഒരു ടീം പോലീസ് ഉദ്യോഗസ്ഥർ അങ്കമാലിയിൽ നിന്ന് അവിടെ തമ്പടിച്ച് കിടക്കുകയാണ്. അതിനിടെയാണ് മാസ്ക് വെച്ച് മാത്രം കാണപ്പെടുന്ന ഒരു യുവാവിനെ പറ്റി ഒരു സംശയം റിസോർട്ടിലെ ഒരു ജീവനക്കാരൻ ഉണ്ടാകുന്നത്. ഇങ്ങനെ ലുക്കൌട്ട് നോട്ടീസും ഉണ്ടായിരുന്നല്ലോ. അതുകണ്ട് വാഗമൺ പോലീസിൽ വിവരം അറിയിക്കുകയാണ് ജീവനക്കാരൻ. അങ്ങനെ അസ്വാഭാവികമായി ഒരു ദുരൂഹ സാഹചര്യത്തിലുള്ള ചില പെരുമാറ്റങ്ങൾ ഇങ്ങനെ ഉണ്ട് എന്ന കാര്യം അറിയിക്കുന്നു. വാഗമൺ പോലീസ് ഉടൻ തന്നെ റിസോർട്ടിലേക്ക് എത്തുമ്പോൾ സംഭവിച്ചതാകട്ടെ ഇറങ്ങി ഓടുകയായിരുന്നു ഡോക്ടർ സിറിയക് പി ജോർജ് എന്നുള്ളതാണ്. ഒരു പെൺകുട്ടിയെ, 19 വയസ്സുള്ള ഒരു പെൺകുട്ടി, അതും നിർധന കുടുംബത്തിൽ നിന്നുള്ള പാർട്ട് ടൈം ജോലി ചെയ്ത് 2ാം വർഷ ബിരുദം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ കൊലപാതകത്തിൽ വാഹനം ഓടിച്ചിരുന്ന ഡോക്ടർ സിറിയക് പി ജോർജ് പോലീസിന് മുന്നിൽ നിന്ന് ഒളിച്ചു കഴിഞ്ഞിട്ട് അവസാനം പോലീസ് വന്നപ്പോൾ ഇറങ്ങി ഓടുന്നതായിരുന്നു പോലീസുകാർ കണ്ടത്. വാഗമൺ പോലീസ് പിറകെ ഓടി ഒടുവിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ സിറിയക്കിനെ പിടിക്കുകയും ചെയ്തു. സിറിയക്ക് രൂപമാറ്റം വരുത്താനൊക്കെ മുഖത്ത് ശ്രമിച്ചിട്ടുണ്ട്. ഏതായാലും പോലീസിന്റെ പിടിയിലായിരിക്കുന്നു. പിന്നെ കുറച്ച് സാധന സാമഗ്രികളും ഫോണും ലാപ്ടോപ്പും ഒക്കെ റിസോർട്ടിലുണ്ടായിരുന്നു. അതും പോലീസ് അങ്കമാലിയിലേക്ക് എത്തിക്കുന്നുണ്ട്. അങ്കമാലി പോലീസ് സ്റ്റേഷനിലാണ് ഞാനുള്ളത്. അങ്കമാലി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഇവിടെ വലിയ പ്രതിഷേധം, ആൾക്കൂട്ടമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ പെൺകുട്ടിയെ ഇടിച്ച് കടന്നു കളഞ്ഞ 6 ദിവസമായിട്ട് എന്തുകൊണ്ട് പിടികൂടുന്നില്ല സിറിയക്കിനെ എന്ന ചോദ്യം ഉയർന്നിരുന്നു. ആ ചോദ്യത്തിന് മറുപടി തേടിയുള്ള വലിയ പ്രതിഷേധം ഇവിടെ ഉണ്ടായിരുന്നു. അതിനിടയിൽ ഇപ്പോൾ അകത്തേക്ക് സിറിയക്കിനെ കൊണ്ടുപോയിട്ടുണ്ട്. ഇനി ചോദ്യം ചെയ്യലിന്റെ സമയമാണ്. നാളെ രാവിലെയായിരിക്കും കോടതിയിൽ സിറിയക്കിനെ ഹാജരാക്കുക എന്നാണ് ലഭ്യമാകുന്ന വിവരം. വിനീത. ശരി, ആദിൽ പാലോടാണ് അങ്കമാലി സ്റ്റേഷനിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ രൂപമാറ്റം വരുത്തിയിരുന്നു ഡോക്ടർ സിറിയക് ജോർജ്. ഞാൻ പറഞ്ഞതുപോലെ ഒരാഴ്ച കൊണ്ട് അയാൾക്കുണ്ടായ രൂപമാറ്റം ഒളിവിൽ പോകുന്നതിന് മുൻപും ഇപ്പോഴുമുള്ള സിറിയക്കിന്റെ രൂപമൊന്ന് നമുക്ക് കാണാം. ആർക്കും തിരിച്ചറിയാൻ കഴിയാത്ത വിധം താടിയും മീശയും ഒക്കെ വടിച്ച് ആയിരുന്നു റിസോർട്ടിൽ ഒളിവിൽ കഴിഞ്ഞത്. ഒരാഴ്ചയായി ഇതായിരുന്നു. വാഹനം ഇടിപ്പിച്ച് കടന്നു കളഞ്ഞ ശേഷം മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വാർത്തകൾ വന്നിരുന്നു, ഫോട്ടോകൾ വന്നിരുന്നു. എവിടെ പ്രതി എന്ന ചോദ്യം പോലീസിനോട് ഉൾപ്പെടെ ചോദിക്കുന്ന സാഹചര്യം, പ്രതിഷേധമുയർത്തുന്ന സാഹചര്യം. കഴിഞ്ഞ ഒരാഴ്ചയായി ഇരുട്ടിൽ തപ്പുകയായിരുന്നു പോലീസ്. ഇത്തരത്തിൽ സിറിയക് ജോർജ് രൂപമാറ്റം വരുത്തിക്കൊണ്ടാണ് ഒരാഴ്ച റിസോർട്ടിൽ ഒളിവിൽ കഴിഞ്ഞത്. ഏതായാലും പിതാവിൽ നിന്ന് നിർണായക വിവരങ്ങൾ ലഭിച്ചതിന് പിന്നാലെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. നമുക്ക് ഒരു പ്രതി എത്ര വിദഗ്ധമായാണ് പോലീസിനെ കബളിപ്പിച്ച് ഒളിവിൽ കഴിഞ്ഞത് എന്നത് നമുക്ക് കാണാൻ സാധിക്കും. വൈകിയാണെങ്കിലും പ്രതിയെ പിടികൂടിയതിൽ സന്തോഷമുണ്ടെന്ന് പറയുകയാണ് ജാസ്ലിയുടെ അമ്മ. സിറിയക്കിന് പരമാവധി ശിക്ഷ ലഭിക്കാൻ വേണ്ട നടപടികൾ ഉണ്ടാകണം. ജാസ്ലിയെ ആശുപത്രിയിൽ എത്തിക്കാതിരുന്നത് മര്യാദകേടാണെന്നും കുടുംബം റിപ്പോർട്ടറിനോട് പറഞ്ഞു. അയാളെ പോലെയുള്ള ആൾക്കാരൊക്കെ ഡോക്ടറായിട്ടൊക്കെ ഇനിയും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര പേരുടെ ജീവിതം ഒരിക്കലും കളയാൻ പോണത്. അയാളെ വിശ്വസിച്ചൊക്കെ എങ്ങനെ ഡോക്ടർമാരുടെ അടുത്ത് പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി അയാൾക്ക് മാക്സിമം ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം, അത് മാത്രമേ ഉള്ളൂ. 7 വർഷം ഒന്നുമല്ല, അതൊന്നുമല്ല എന്ന് എനിക്കറിയാം. ഞങ്ങളുടെ അയാളെ പോലെയുള്ള ആൾക്കാരൊക്കെ ഡോക്ടറായിട്ടൊക്കെ ഇനിയും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര പേരുടെ ജീവിതം ഒരിക്കലും കളയാൻ പോണത്. അതാണ്, ഹൗസ് സർജൻ ആയിരുന്നു സിറിയക്ക്. ഇനി ഈ പഠനം പൂർത്തിയാക്കുന്നതിന് വേണ്ടി അതിന്റെ ട്രെയിനിങ് സമയത്തായിരുന്നു ഡോക്ടർ ആവാൻ പോകുന്നു. ഈ സമയത്തും ഹൗസ് സർജൻ ആയിരിക്കുന്ന സമയത്തും ചികിത്സയൊക്കെ നടത്താറുണ്ട്. എങ്ങനെ ഇയാളെയൊക്കെ വിശ്വസിച്ച് പോകുമെന്ന് ആ കുടുംബം ചോദിക്കുമ്പോൾ അത് കൃത്യമാണ്. കാരണം ഒരു